Hi, welcome to day 6 of Conscious and Mindful Living. ഇന്നത്തെ ദിവസം നമ്മളുടെ ഡേ പ്ലാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഡേ പ്ലാൻ ചെയ്യാൻ ചുമ്മാ നമുക്ക് ഡേ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ആദ്യം നമുക്ക് നമ്മുടെ വീക്കിനെ പ്ലാൻ ചെയ്യണം. അതിനു മുന്നേ ആയിട്ട് നമ്മുടെ മന്തിനെ പ്ലാൻ ചെയ്യണം. അതിനു മുന്നേ ആയിട്ട് ഒരു 1 year പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു 1 year പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ വർഷം ഇത് പേപ്പറിൽ ജസ്റ്റ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പം ഈ ഏപ്രിൽ മുതൽ അടുത്ത ഏപ്രിൽ വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് അതിനെ 3 ഭാഗിക്കാം. അതായത് 4 മാസം അങ്ങനെ 3 ഭാഗിച്ചിട്ട് ആ ഓരോ 4 മാസത്തിലും ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ 1 yearനെ ഈ 4 മാസത്തിലേക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കുറച്ച് നമ്മൾ ഇരുന്ന് ചെയ്യേണ്ട ഒരു പണിയാണത്. അത്ര ഈസി പണിയൊന്നുമല്ല, ഇരുന്ന് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു 4 മാസത്തിന്റെ അതിനെടുത്തിട്ട് എഗെയിൻ സ്പ്ലിറ്റ് ചെയ്യുക ഓരോ മാസത്തേക്കായിട്ട്. അങ്ങനെ ഈ ഒരു ഏപ്രിൽ മാസത്തേക്കുള്ളത് നമ്മൾ എടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന ഡയറി ഇപ്പം ഏപ്രിൽ മാസത്തേക്കുള്ളത് ഓരോ മാസത്തേക്ക് ഞാൻ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടതുള്ളത് എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അറിയുന്നത് നമുക്കിപ്പം എക്സാക്റ്റ് ആയിട്ട് ഓരോ മാസവും ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ മുൻകൂട്ടി അറിയുന്ന കുറെ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫിക്സഡ് ആയിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനിപ്പം ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ന മാസങ്ങളിൽ കണ്ടക്ട് ചെയ്യണം, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഓരോ മാസങ്ങളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിനുശേഷം ഓരോ മാസവും എടുക്കാം. ഇപ്പൊ ഈ ഏപ്രിൽ മാസം എടുത്തിട്ട് ആ ഏപ്രിൽ മാസത്തിനെ 4 ആഴ്ച, ചില ഇതില് 5 ആഴ്ച ഉണ്ടാവും, ചിലതിൽ 4 ആഴ്ച ഉണ്ടാവും. അങ്ങനെ ഓരോ ആഴ്ചകളും എടുത്തിട്ട് ആ ആഴ്ചയെ എന്ത് ചെയ്യുക, ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് അതിനകത്ത് ഒരാഴ്ച എടുത്തിട്ട് ആ ഒരാഴ്ചയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. സൺഡേ നമ്മൾ ഫ്രീ ആക്കി ഇട്ടേക്കാം, അവിടെ ഒരു അനാലിസിസ് ഡേ ആക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഇതിൽ ചെയ്യേണ്ട, ആ വീക്കിൽ ചെയ്യേണ്ട വർക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്നിട്ട് ചെയ്യേണ്ടത് ഓരോ ദിവസത്തെ പ്ലാൻ ചെയ്യാം. അതായത് ഓരോ ദിവസവും നമുക്കൊരു ടോപ്പ് ഗോൾ ഉണ്ടായിരിക്കണം, 3 ടോപ്പ് ഗോൾ ഉണ്ടായിരിക്കണം. ആ ടോപ്പ് ഗോൾ അല്ലാതെ നമ്മൾ ടൈം ഫ്രെയിം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യേണ്ട ഓരോ പണികൾ നമ്മൾ 6 മണി 7 മണി എത്ര മണിക്കാണോ നിങ്ങൾ എഴുന്നേക്കുന്നത്, ആ എഴുന്നേക്കുന്നത് മുതൽ കിടക്കുന്നത് വരെയുള്ള എല്ലാം നമുക്ക് അതിനകത്ത് ബ്ലോക്ക് ചെയ്യാനുള്ള അതായത് മീറ്റിംഗ് ഒക്കെ ഓൾറെഡി ഉള്ള മീറ്റിംഗ് ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു സെറ്റായിട്ട് എഴുതി വെക്കാം. എനിക്ക് വിളിക്കാനുള്ള ആൾക്കാർ, ഇപ്പോൾ ഫ്രണ്ടിനെ വിളിക്കണം, ഉമ്മയെ വിളിക്കണം, വാപ്പയെ വിളിക്കണം, അത് നിങ്ങളൊരു സൈഡിലൊരു കോളം പോലെ വെച്ചിട്ട് അതിനകത്ത് സെറ്റ് എഴുതി വെക്കാം ആരെയൊക്കെയാണ് വിളിക്കാനുള്ളത്. ഇനി നിങ്ങൾ ഡെയിലി ഗോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തലേ ദിവസം രാത്രി വേണം എഴുതാൻ. തലേ ദിവസം രാത്രി എന്തൊക്കെയാണ് 3 ടോപ്പ് പ്രയോറിറ്റി എന്നുള്ളത് എഴുതുക. എന്നിട്ട് നമ്മളുടെ ഈ 6 മണി മുതലുള്ള ഓരോ ടൈം സ്ലോട്ട് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ ടോപ്പ് പ്രയോറിറ്റിയെ ഫിക്സ് ചെയ്യുക ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പം ഇടയ്ക്ക് ഒന്ന് ഉറങ്ങണം, കുറച്ച് മീ ടൈം വേണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആ ടൈമിൽ തന്നെ വെക്കുക. ഇത് എഴുതേണ്ടത് നീല കളർ പെന്ന് വെച്ച് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, എന്നിട്ട് ഓരോന്നും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഗ്രീൻ കളർ ഇട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് വരുന്നത് പിന്നെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ റെഡ് കളറിൽ ക്രോസ് കൊടുക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് മനസ്സിലാകും എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യാത്തത്. അപ്പൊ നമുക്ക് അടുത്ത ഡേയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ താഴെ, അതായത് നമ്മൾ ഡേ ഒക്കെ ചെയ്തതിന്റെ തൊട്ട് താഴെ അന്നത്തെ ഒരു ദിവസത്തിന്റെ ബ്രീഫ് രാത്രി നിങ്ങളൊന്ന് എഴുതാം. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുടെ പുതിയതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി അതിനെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. അതിനകത്ത് റെഡ് കളർ വെച്ചിട്ട്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഭാവിയിൽ നോട്ട് ഡൗൺ, അതായത് നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, റെഡ് കളർ പെന്ന് വെച്ച് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇതൊരു അത്ര ഈസി ആയിട്ടുള്ളൊരു പണിയൊന്നുമല്ല. നമ്മൾ ഈ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇരിക്കണം. ഈ ഒരു മീ ടൈം എന്ന് പറയുന്നില്ലേ, ആ ഒരു മീ ടൈമിൽ നിങ്ങൾ ഇരുന്ന് അതിനകത്ത് വർക്ക് ചെയ്യണം. അപ്പോഴാണ് കറക്റ്റായിട്ട് മീ ടൈമിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ഓരോ ദിവസവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. സോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ജേണി. എൻജോയ് ചെയ്യുക കേട്ടോ. അത് കുറച്ച് ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ടുള്ള വർക്കാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ, മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട്. നമ്മൾ ഇപ്പോൾ ഇതിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എവിടാണോ നിൽക്കുന്നത്, അതായത് ഈ ഒരു ഏപ്രിൽ 2-ാം തീയതി ഞാൻ എവിടാണോ നിൽക്കുന്നത് അതേ സെയിം സ്ഥലത്ത് തന്നെ ആയിരിക്കും അടുത്ത വർഷം ഏപ്രിൽ 2-ാം തീയതി ആകുമ്പോൾ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ. അപ്പോൾ ഇങ്ങനൊരു പ്ലാനിങ് അത്യാവശ്യമാണ്. ഇടയ്ക്ക് നമ്മുടെ ബ്രെയിനിന് കുറച്ച് പണി കൊടുക്കുന്നത് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കും, ഇപ്പോൾ എന്തോ പുതിയത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു, ബൈ.